ഇറാനിലെ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിനുള്ള കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും പാകിസ്ഥാനും മുറുമുറുപ്പായിരിക്കുകയാണ്. 10 വർഷത്തേക്കാണ് തുറമുഖ നടത്തിപ്പ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുന്നത്. ഇറാനും ഇസ്രയേലുമായുള്ള അസ്വാരസ്യം തുടരുന്നതിനിടയിലാണ് ഇന്ത്യ കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ആണ് കരാർ നടപടികൾ നടത്തിയത്. ഇനി ഈ തുറമുഖ കരാർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നറിയാം. ഇറാന്റെ തെക്കൻ തീരത്തുള്ള സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാറിന്റെ സ്ഥാനം. ഇറാനിലെ ഈ തുറമുഖം ഗുജറാത്തിലെ കാണ്ട്ല തുറമുഖത്ത് നിന്ന് ഏകദേശം 1000 കിലോമീറ്ററും മുംബൈയിൽ നിന്ന് 1500 കിലോമീറ്ററും അകലെയാണ്. ചബഹാർ തുറമുഖത്തിന് 2 ടെർമിനലുകളുണ്ട്. ഒന്ന് ഷാഹിദ് കലന്തരി, രണ്ടാമത്തേത് ഷാഹിദ് ഫേഷ്ടി. ഷാഹിദ് ഫേഷ്ടിയുടെ ജോലിയാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇതുകൂടാതെ ഇറാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയുടെ നേരിട്ടുള്ള പ്രവേശനത്തിലുള്ള പ്രധാന മാർഗമാണ് ചബഹാർ തുറമുഖം. പാകിസ്ഥാനെ മറികടന്ന് ഇറാനിലും മധ്യേഷ്യയിലും എത്താൻ ഇനി ഇന്ത്യക്ക് കഴിയുമെന്നതാണ് ചബഹാർ തുറമുഖം കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. ഇതുമാത്രമല്ല, ചബഹാർ തുറമുഖം ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറുമായി ബന്ധിക്കുന്നുണ്ട്. ഈ ഇടനാഴിക്ക് കീഴിൽ ഇന്ത്യ 7200 കിലോമീറ്റർ നീളമുള്ള കപ്പലുകളുടെയും റെയിൽ റോഡിൻ്റെയും ശൃംഖല നിർമ്മിക്കും. ഇത് യൂറോപ്പിലേക്കും റഷ്യയിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രവേശനം എളുപ്പമാക്കും. 2003 ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ ആദ്യ കരാർ ഒപ്പിട്ടത്. 2016 മേയിൽ പ്രധാനമന്ത്രി മോദി ഇറാൻ സന്ദർശിച്ചപ്പോൾ $550 മില്യൺ നിക്ഷേപവും പ്രഖ്യാപിച്ചിരുന്നു. ചബഹാർ തുറമുഖത്തിന്റെ സ്ഥാനം നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം ഇതിനടുത്ത് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നുണ്ട്. പോരാത്തതിന് പാകിസ്ഥാനിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്വാദർ തുറമുഖത്തിന് സമീപമാണ് ഇത് വരുന്നത്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ ചൈന ഗ്വാദർ തുറമുഖം നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ചബഹാർ തുറമുഖത്തിന്റെ പ്രാധാന്യം സ്വാഭാവികമായും വർദ്ധിച്ചു. എന്നാൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഈ ബന്ധം ചൈനയ്ക്കും പാകിസ്ഥാനും വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഇതിനടുത്തായി വരുന്ന പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നത് ചൈനയാണ്. ഈ തുറമുഖം വഴി ചരക്ക് നീക്കത്തിനും ചൈന ശ്രമിക്കുന്നുണ്ട്. അതിനായി വൺ ബെൽറ്റ് പദ്ധതി വഴി പാകിസ്ഥാനിൽ റോഡ് നിർമ്മാണത്തിനും ചൈന ഒരുങ്ങുന്നുണ്ട്. ഈ സമയത്താണ് ഇന്ത്യ ഇറാനുമായി സുപ്രധാന കരാറിൽ ഒപ്പിടുന്നത്. ഗ്വാദർ തുറമുഖത്തിനും ചബഹാർ തുറമുഖത്തിനും ഇടയിൽ റോഡ് മാർഗം 400 കിലോമീറ്റർ ദൂരമേയുള്ളൂ. അതേസമയം കടലിലൂടെയുള്ള ഈ ദൂരം ഏകദേശം 100 കിലോമീറ്റർ മാത്രമാണ്. ചബഹാർ തുറമുഖത്തെ ഇന്ത്യയുടെ സാന്നിധ്യം ചൈനയുടെയും പാകിസ്ഥാനിയെ അണിനിരക്കലിന് ശക്തമായ മറുപടിയും ആവുകയാണ്. എന്നാൽ ഇന്ത്യയുടെ ഈ നീക്കം അമേരിക്കയെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ US ഉപരോധമാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനത്തിന് ഇത്രയും കാലം തടസ്സമായത്. അമേരിക്കയെ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇറാൻ കണക്കാക്കുന്നത്. അമേരിക്കയാകട്ടെ ഇറാനെ ഒരു ഭീഷണിയായാണ് കാണുന്നത്. ഇറാനെതിരെ അമേരിക്കയും നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനുമായി ഏതെങ്കിലും രാജ്യം കരാർ ഉണ്ടാക്കിയാൽ അമേരിക്കയെ എതിർക്കുന്നതിന് കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പെന്ന രീതിയിൽ ഇറാനുമായുള്ള വ്യാപാര ഇടപാടുകൾ പരിഗണിക്കുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ചബഹാർ തുറമുഖം സംബന്ധിച്ച കരാറും ഇറാനുമായുള്ള ഉഭയകക്ഷി ബന്ധവും ഇന്ത്യ നന്നായി മനസ്സിലാക്കുന്നുവെന്ന് US ആഭ്യന്തര വകുപ്പിന്റെ ഡെപ്യൂട്ടി വക്താവ് വേദാന്ത് പട്ടേലും പറഞ്ഞു. These reports that Iran and India have signed a deal concerning the Chabahar port, I will let the government of India speak to its own foreign policy goals vis-a-vis the Chabahar port as well as its own bilateral relationship with Iran. I will just say, as it relates to the United States, US sanctions on Iran remain in place and will continue to enforce them. ഇന്ത്യക്ക് ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെ ഇന്ത്യക്ക് നേരെ തിരിക്കുന്ന ചൈനയ്ക്ക് നല്ലൊരു മറുപടിയാണ് ഈ തുറമുഖം.